ഫ്രാൻസിൽ നടക്കുന്ന ഈ വർഷത്തെ കാൻസ് ചലച്ചിത്രോത്സവം രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അഭിമാനകരമാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഫിലിം ഫെസ്റ്റിവലിലെ ചുവന്ന പരവതാനിയിൽ പല ബ്രാൻഡുകൾ പ്രദർശിപ്പിക്കാനല്ലാതെ ഇന്ത്യൻ താരങ്ങൾ എത്തുന്നു. 77ാമത് കാൻസ് ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമയെ പ്രതിനിധീകരിച്ച് മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയും മറാഠി നടിയായ ഛായ കദമും ഉണ്ടാകും. 3 പതിറ്റാണ്ടിനു ശേഷം ഒരു ഇന്ത്യൻ ചിത്രം പാം ഡി ഓരനായി മത്സരിക്കുമ്പോൾ കേരളത്തിനും അഭിമാനം. 1994-ൽ ഷാജി ആൻഡ് കരുൺ സംവിധാനം ചെയ്ത മലയാള ചിത്രം ആണ് ഈ നേട്ടം കൈവരിച്ച അവസാന ഇന്ത്യൻ ചിത്രം. പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രമാണ് കാനിൽ ഗ്രാൻഡ് ടൂർ, മാർസെല്ലോ മിയോ തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുമായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. 2021-ലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പായൽ കപ്പാടിയുടെ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ കരസ്ഥമാക്കിയിരുന്നു. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തെ പ്രതിനിധീകരിച്ച് ഇത്തവണ കാനിലെത്തുന്നത് മികച്ച നടിമാരാണ്. കേരള കഫേ, ബിരിയാണി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച കനി കുസൃതി ബിരിയാണിയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. മഹാറാണി, കില്ലർ സൂപ്പ് തുടങ്ങിയ ഹിന്ദി വെബ് സീരീസുകളിലും മലയാളം വെബ് സീരീസായ പോച്ചറിലും കനി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അറിയിപ്പ്, തമാശ തുടങ്ങിയ ചിത്രങ്ങളാണ് ദിവ്യപ്രഭയുടെ പ്രധാന ചിത്രങ്ങൾ. ഫാൻഡ്രി, ന്യൂഡ്, സൈറാത്ത് എന്നീ ചിത്രങ്ങളിലൂടെ പുരസ്കാരം നേടിയ മറാഠി സിനിമയിലെ മുതിർന്ന താരമാണ് ഛായ കദം. ഗംഗൂഭായ് കത്തൈവാടി, ജുണ്ട് തുടങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. ലാപ്പത്ത ലേഡീസ് ആണ് അടുത്തിടെ അഭിനയിച്ച ചിത്രം. ഒരേ താമസ സ്ഥലത്ത് വ്യത്യസ്തമായ ജീവിതങ്ങൾ പങ്കിട്ട് കഴിയുന്ന 2 സ്ത്രീകളുടെ കഥയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം പറയുന്നത്. മെയ് 23-നാണ് ചിത്രത്തിന്റെ പ്രദർശനം. മെയ് 14 മുതൽ 25 വരെ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ഐശ്വര്യ റോയ്, കിയാറ അദ്വാനി, ഉർവശി റൌട്ടാലെ, ശോഭിത ധുലിപാല എന്നിവരുൾപ്പെടെ നിരവധി ഇന്ത്യൻ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.